ഒരു 11 മണി സമയം ട്ടോ. ഞാൻ കിച്ചണിലായിരുന്നു. അപ്പോഴാണ് പുറത്ത് നിന്ന് വല്ലാത്തൊരു ബഹളം. പോയി നോക്കിയതാണ് ട്ടോ. നോക്കിയപ്പോൾ ഇതാ 2 ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഗസ്റ്റ് ആരാണെന്ന് അറിയണ്ടേ? 2 മൂങ്ങ കുഞ്ഞുങ്ങളാണ് ട്ടോ. അപ്പോൾ മക്കൾ കളിക്കാൻ പോകുന്ന സമയത്ത് മരച്ചുവട്ടിൽ വീണ് കിടക്കുന്ന കണ്ടപ്പോൾ അവർ അങ്ങ് എടുത്തോണ്ട് വന്നതാണ്. ഒരു ബോക്സിനൊക്കെ ആക്കി അങ്ങ് എടുത്തോണ്ട് വന്നതാണ്. ഇതിൻ്റെ അമ്മയെ കാണുന്നില്ല കേട്ടോ. ഇനി ഈ ഒരാളെ ഉറുമ്പ് കടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടയേർഡാണ്. അതിന് തല പൊക്കാൻ പോലും അങ്ങ് വയ്യ. ഒരാൾ വലിയ കുഴപ്പമില്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാതെ മക്കൾ ഗൂഗിളിലൊക്കെ അങ്ങ് സെർച്ച് ചെയ്ത് അതിനേക്കുള്ള ഫുഡ് എന്തൊക്കെ വേണം, അതിനെങ്ങനെയൊക്കെ അങ്ങ് സേഫാക്കി എടുക്കാം എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ട്ടോ. അപ്പോൾ ഇതിനിടയിൽ മക്കൾ അതുമായിട്ട് നന്നായിട്ട് അങ്ങ് അടുത്ത് പോയി. അവർക്ക് പേര് വരെ ഇട്ടു, സുമേഷും രമേശും. ഓക്കെ. അപ്പോൾ ഗൂഗിളിൽ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം കൊടുക്കാനും തുണിയിലൊക്കെ പൊതിഞ്ഞ് വെക്കാനും ചിതലുറുമ്പില്ലേ അതിന് കൊടുക്കാനൊക്കെ കേട്ടോ. കണ്ടോ, ഒരാൾ ഭയങ്കര ടയേർഡാണ് കേട്ടോ, എണീക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയിലാണ്. കണ്ടോ. അപ്പം ഇനി അവരെ നിർദ്ദേശപ്രകാരം ചിതലുറുമ്പിനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ചിതലുറുമ്പിന് എവിടെ പോവും? അപ്പോഴാണ് അത് ആ വീട്ടുമുറ്റത്ത് ഒരു മരത്തിൽ കുറച്ച് ചിതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. കഴിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ മക്കളത് അങ്ങ് കൊണ്ടുപോവുകയാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ആ തണലത്ത് അങ്ങ് കൊണ്ടുപോയിട്ട് വെച്ചു. അങ്ങനെ ചിതലൊക്കെ അവരിങ്ങനെ എടുക്കുകയാണ് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദാ ചിതലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഉറുമ്പൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി ഉറുമ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ അത് പ്രകാരം ഒരു തുണിയിലൊക്കെ അങ്ങ് പൊതിഞ്ഞ് വെള്ളമൊക്കെ വെച്ച് അങ്ങ് കൊടുത്തു കേട്ടോ. കണ്ടോ. അപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി കേട്ടോ. അമ്മ എവിടെ പോയിട്ടുണ്ടാവും എന്നറിയാതെ, ഇതിന് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങളെല്ലാവരും കേട്ടോ. കണ്ടോ, ഒരാൾക്ക് എണീക്കാൻ പോലും വയ്യ കേട്ടോ, വെള്ളം കുടിക്കാനോ ഒന്നിനും തന്നെ വയ്യ. അപ്പം ഞാൻ അതിനെ പതുക്കെ ഇങ്ങ് എടുത്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക കൊക്കൊക്കെ അങ്ങ് നോക്കിയതാണ് കേട്ടോ. കണ്ടോ, സങ്കടത്തോടു കൂടി നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിന് വെള്ളവും അതുപോലെ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉറുമ്പിനെയൊന്നും കഴിച്ചില്ല കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കൂട്ടിനകത്ത് കൊണ്ടുവച്ചു. ഒരു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി ഒന്ന് പോയി നോക്കി കേട്ടോ. നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇവരുടെ മക്കളുടെ സ്നേഹവും കരുതലൊക്കെ കൊണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഓക്കെ ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാ കണ്ടോ, നന്ദി സൂക്കച്ചൊക്കെ കാണിക്കുന്ന പോലെയൊക്കെ അങ്ങ് തോന്നി കേട്ടോ. ചിറകൊക്കെ വിടർത്തി അങ്ങ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരത്തോടു കൂടി ആ മരച്ചുവട്ടിൽ അമ്മമൂങ്ങ വന്നിരുന്നു. അപ്പോൾ മക്കൾ ഇതിനെ അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ അമ്മ ഓരോ കുഞ്ഞുങ്ങളെ ആയിട്ട് എടുത്തിട്ട് പോകുന്ന ആ ഒരു കാഴ്ച നമ്മുടെ ഹൃദയത്തെ ഒത്തിരി ഒത്തിരി അങ്ങ് സന്തോഷിപ്പിക്കും കേട്ടോ. ഒരു ഹൃദയസ്പർശമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ അതൊക്കെ വൈകുന്നേരം ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി നിങ്ങളിൽ ഒരാളായ ഞാൻ.